കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ അന്ന് രാധാകൃഷ്ണൻ സാറ് പഞ്ചായത്ത് സെക്രട്ടറി ആയിരുന്നു. എന്തോ ഒരു ആവശ്യത്തിന് സാറിനെ കാണാൻ ഞാൻ വന്നിരുന്നു. ഓർമ്മയുണ്ടോ? 3-4 മാസം ഞാൻ സാറിന്റെ പുറകെ നടന്നു. ഒരു പ്രയോജനം ഉണ്ടായില്ല. വേണു ചേട്ടനെ സമ്മതിക്കണം. എന്തൊരു ഓർമ്മശക്തി. വേണുചേട്ടാ, പഴയതൊക്കെ പോട്ടെ. ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരു കാര്യം പറയാനാ. ഓ മോളെ, മോളുടെ വിഷമം അങ്കിളിന് മനസ്സിലാവും. ഇന്നത്തെ കാലത്ത് സാമ്പത്തികവും സ്റ്റാറ്റസും ഒക്കെ നോക്കിയാണോ കുട്ടികൾ പ്രണയിക്കുന്നതും വിവാഹം കഴിക്കുന്നതും? ചില പാരന്റ്സിന് അതൊന്നും മനസ്സിലാക്കാനുള്ള വിവരമില്ലെന്നേ. രാജു, ഞാൻ വളച്ചു കിട്ടാതെ കാര്യത്തിലേക്ക് വരാം. രാജുവിന് അറിയാലോ, ഈ ഇലക്ഷന് ബാക്കി സ്ഥാനാർത്ഥികളൊക്കെ വെറും ഡമ്മികളാ. ശരിക്കുള്ള മത്സരം നടക്കാൻ പോകുന്നത് ഞാനും വർമ്മയും തമ്മിലാ. ഈ ഇലക്ഷന് രാജു എന്റെ കൂടെ നിന്നാ ദേ, നിങ്ങൾ എല്ലാരും കേൾക്കാൻ വേണ്ടി പറയാ, ഈ ഇലക്ഷൻ മുതൽ രാജു എന്നോടൊപ്പം നിന്നാ വർമ്മ കൊടുത്തുകൊണ്ടിരുന്ന പോലെ മാസശമ്പളമല്ല, നിങ്ങൾക്കൊന്നും സ്വപ്നം പോലും കാണാൻ പറ്റാത്തൊരു തുക ഞാൻ രാജുവിന് നൽകും. എന്ന് നിങ്ങൾക്ക് ഈ വാടക വീട്ടിൽ കിടന്നാ മതിയോ? സ്വന്തമായി നല്ലൊരു വീട് വേണ്ടേ? ഒരു കാർ വേണ്ടേ? അതുപോലെ രാജുവിന്റെ അനിയത്തിയുടെ വിവാഹം, ചേച്ചിയുടെ സ്ത്രീധന തുകയുടെ പ്രശ്നങ്ങള് എല്ലാം രാജുവിന് പരിഹരിക്കാം. രാജു എന്റെ കൂടെ നിന്നാൽ ഈ ഇലക്ഷന് വർമ്മ സാർ തോറ്റ് മന്ത്രിസ്ഥാനത്ത് നിങ്ങൾ വന്ന നിങ്ങൾ എനിക്ക് എത്ര തരും? രാജു, മോനെ, നീ എനിക്കൊന്ന് സമാധാനമായിട്ട് ജീവിക്കണ്ടേ അച്ഛാ? എത്ര നാളെന്ന് വെച്ചാ ഇങ്ങനെ? പറയൂ രാധാകൃഷ്ണൻ ചേട്ടാ, ചേട്ടൻ എത്ര തരും? റെഡി ക്യാഷ് ആയിട്ട് ഇപ്പൊ ഇവിടെ വെച്ച് 50 ലക്ഷം തരും. ബാക്കി ഇലക്ഷൻ കഴിഞ്ഞിട്ട്.